ഓടിച്ചോടിച്ചോടിച്ചോടിച്ചാണ് എക്സ്പേർട്ടായി വരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എക്സ്പേർട്ടായിട്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ ഇതുപോലെ ജംഗ്ഷൻ വന്നു, ക്ലച്ച് വിടുന്ന ചവിട്ടി പതിയെ ബ്രേക്കിൽ വെച്ച് നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. ഓടിക്കോ ഇപ്പൊ എനിക്ക് സെക്കൻഡ് ഗിയർ ആണ്, വീണ്ടും ഞാൻ പാസ്വേഡ് കൊടുത്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ തന്നെ നമ്മൾ നേരെ ആദ്യം മുമ്പ് നമ്മൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ വിടാൻ ശ്രമിക്കുകയോ ചെയ്തു. അതുപോലെ നമുക്ക് സൈഡ് ചേർക്കണം. ഇത് ഞാനിവിടെ കൊണ്ടുവന്ന വണ്ടി ഇപ്പം നിർത്തി കണ്ട ക്ലച്ച് ബ്രേക്ക് നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ബ്രേക്ക് മാറ്റി ക്ലച്ച് എല്ലാം എടുക്കുകയാണ്. അങ്ങോട്ട് സ്റ്റിയറിംഗ് കൂടെ പതിയെ പതിയെ തിരിച്ചു കൊടുക്കും. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മറ്റുള്ളവർ കൂടെ ഉള്ളപ്പോൾ വാഹനം ഓടിക്കും, തനിയെ ഇരിക്കുമ്പോൾ വാഹനം ഓടിക്കുകയില്ല. അപ്പൊ തനിയെ ഇരുന്ന് ഒരു വാഹനം എങ്ങനെ എന്തെല്ലാം ചെയ്ത് നമ്മളൊരു വാഹനം റോഡിലൂടെ ഓടിക്കാൻ എന്ന് ഞാൻ ഓടിച്ച് തന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പം അറിയാവുന്നവർ ഇത് കാണണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിലും കുറച്ച് മാത്രം കണ്ട് വീഡിയോ ലെങ്തി ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ പല പല കാര്യങ്ങളും ട്രിക്കും ടിപ്സുകളും പലയിടത്തൂടെ ഓടിച്ച് ഓരോ വാഹനം പോകുന്ന റോഡുകളിലൂടെ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പല പല കാര്യങ്ങളും ഇതിനകത്ത് മിസ്സായിപ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു വാഹനം തനിയെ ഓടിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ലെങ്തി ആകുമ്പോൾ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതുപോലുള്ള ട്രിക്കുകളും ടിപ്സുകളും ഉള്ള വീഡിയോസ് ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, നമ്മളൊരു വാഹനത്തിൽ ആദ്യമേ കയറിയിരുന്നു നമ്മുടെ കിടക്കുന്ന പൊസിഷനല്ല നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. നമ്മൾ ആ വാഹനത്തിൽ കയറി എടുക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അങ്ങ് ചെയ്യുക. ഞാൻ ബ്രേക്കിലേക്ക് ചവിട്ടി സ്റ്റിയറിംഗിലൊക്കെ പിടിച്ച് നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. സീറ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മുടെ ചാരും ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ന്യൂട്രലാക്കണം നോക്കുന്നു. കേട്ടോ, ന്യൂട്രലാണോ എന്ന് കറക്റ്റ് ആക്കി നോക്കുന്നിട്ട് നമ്മൾ ചാവി ഓരോന്നായിട്ട് 1, 2, 3 ആയിട്ട് നമ്മൾ ചാവി തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാക്കി വെക്കുക. കണ്ടില്ല, ഞാനിപ്പോൾ അത് കൃത്യമാക്കി. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ അനുസരിച്ച് തന്നെ വേണം കൃത്യമാക്കി വെക്കാൻ പറ്റും. കാരണം നമ്മളൊരു സീറ്റ് ഒരിടത്തും മിറർ വേറൊരിടത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണണമെന്നില്ല. അതുകൊണ്ടാണ് സീറ്റും ഒക്കെ അറേഞ്ച് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ മിററൊക്കെ ക്ലിയർ ചെയ്യുന്നത്. ഇപ്പൊ ഈ മിറർ ക്ലിയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലിയർ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി ആയിരിക്കും. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആകാതെ എന്ത് ചെയ്തില്ല നമുക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്തു. മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നു. അല്ല, നമ്മൾ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാൻ നോക്കരുത്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പൊ എവിടെ നിന്ന് ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഇപ്പൊ വീടിന് മുറ്റത്താണെങ്കിൽ എവിടെ നിന്ന് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഗിയർ തന്നെയാണോ നോക്കണം. എല്ലാവരും എന്ത് ചെയ്യും, ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ഇതൊരു തേർഡ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ തുടക്കക്കാരൻ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പം ഇടിച്ച് ഓഫ് ആയിപ്പോൾ. കാരണം നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരു വണ്ടി തേർഡ് ഗിയറിൽ എടുക്കണമെന്നില്ല. കാരണം വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ എടുക്കുന്നതാണ്. ചിലപ്പോൾ വണ്ടി നിരപ്പായിരിക്കും, ചിലപ്പോൾ കയറ്റമായിരിക്കും. അപ്പൊ കറക്റ്റായിട്ട് വണ്ടി എടുക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് വണ്ടി ഇടിച്ച് ഓഫ് ആയിപ്പോൾ. അപ്പോൾ നമ്മളെപ്പോഴും ന്യൂട്രാക്കി തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഉറപ്പ് വരുത്തുക, ക്ലച്ച് വിട്ടിട്ട് ഏറ്റത്തോടുകൂടി ഫസ്റ്റ് ഗിയർ കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നു. ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിന് ശേഷം നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുത്ത് നോക്കണം. മെല്ലെ കാലെടുത്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മേലോട്ട് പൊക്കുന്ന സമയത്ത് ബാക്കിലേക്ക് പോവുകയാണ് നമുക്കത് മനസ്സിലാകും. അത് ചെറിയൊരു കയറ്റമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തുടക്കക്കാർക്കൊക്കെ കൃത്യമായിട്ടൊരു എല്ലാം നമുക്കൊരു കയറ്റമോ ഇറക്കോട്ടൊന്നും തോന്നത്തില്ല. എല്ലാം നിരപ്പായിട്ട് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എല്ലായിടത്തും ഒരു കാഫ് ക്ലച്ച് ആക്കി എടുക്കണമെന്നില്ല. ഈ ഒരു പതിയെ ബ്രേക്ക് മാറുന്ന സമയത്ത് ബാക്കിലേക്ക് പോവുകയാണ് എന്ത് ചെയ്യുക, അത്രയും മാത്രം. അല്ലാതെ നമ്മളെ പിന്നെ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ചവിട്ട് പിടിക്കുകയൊന്നും വേണ്ട. എത്രയും നമ്മൾ പോക്കി അത്രയും മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. ക്ലച്ചിൽ നിന്നും എല്ലാ കാലെടുക്കുന്ന സമയത്ത് വണ്ടി ഒരു വൈബ്രേഷൻ ഒക്കെ വരും. ആ സമയത്ത് പിന്നെ നിങ്ങൾ ബ്രേക്കിൽ തന്നെ കാല് വെക്കരുത്. ബ്രേക്കിൽ തന്നെ കാല് വെച്ച പിന്നെ നമ്മൾ അറിയാതെ തുടക്കക്കാരാണ് നമ്മളെ കാല് മേലോട്ട് ക്ലച്ചിൽ നിന്ന് പോകുന്ന അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫ് ആയിപ്പോ. അപ്പൊ നമ്മളിങ്ങനെ ചെറിയൊരു വൈബ്രേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് അങ്ങ് മാറ്റുക. കണ്ടില്ലേ, ബ്രേക്കിൽ നിന്ന് മാറ്റുന്നു. ഈ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുന്നു. അപ്പൊ നമ്മൾ റോഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വൈബ്രേഷൻ വന്നതിന് ശേഷം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മേളിൽ പോകാതെ എന്ത് ചെയ്യണം, നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കണം വണ്ടി വല്ലതും ഉണ്ടെന്ന്. കാരണം നമ്മൾ എപ്പോഴും ഒരിടത്തു തന്നെയല്ല വണ്ടി എടുക്കുന്നത്. റോഡിൽ നിന്ന് എടുക്കാൻ കാണും, തിരക്കിൽ എടുക്കണം. എപ്പോഴും എവിടെ നിന്ന് എടുത്താലും നമ്മൾ എന്ത് ചെയ്യണം, മിററിൽ നോക്കണം വണ്ടി വല്ലതും ബാക്കിൽ നിന്ന് വരുന്നത്. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് നമ്മുടെ തന്നെ ആയതുകൊണ്ട്. കാരണം പലർക്കും മിററിലോട്ട് നോക്കാൻ പേടിയാണ്. ബ്രേക്കിൽ നിന്ന് മാറ്റി മിററിൽ നോക്കി വണ്ടി ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തു. വണ്ടി എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു എത്രയും വൈബ്രേഷൻ കൊണ്ടുവന്ന് നോക്കുന്നു, അതിൽ തന്നെ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഉരുണ്ട് തരും വണ്ടി. അപ്പൊ അങ്ങനെ ആ ഒരു രീതി നിങ്ങളൊരു ബിഗിനർ ഓടിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഓടിക്കുകയാണ്. അല്ല, ക്ലച്ചിൽ നിന്ന് നമ്മളിങ്ങനെ അവർ തന്നെ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ. അപ്പൊ ചെറിയൊരു കുഴികൾ നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു വീഡിയോയിൽ കാണാൻ തോന്നും. ചെറിയൊരു കുഴിയിലൊക്കെ ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ആടുന്നതൊക്കെ കാണാം. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും പെട്ടെന്ന് എന്ത് ചെയ്യരുത്, സെക്കൻഡ് ഗിയർ നിർത്തുക. നമുക്ക് നമ്മൾ കംഫർട്ടബിൾ ആയി അടുത്ത ഗിയർ കൊടുക്കുക. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ,
ഗിയർ ഇടാവും. അല്ല നമ്മളിപ്പോ ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അതിലൂടെ ഓടിക്കുന്ന കഥ ഇപ്പൊ 5ാമത്തെ ഗിയറിൽ പോകുന്നത്, ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഏത് ഗിയർ ഇടണം, എത്രയും തിരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാണ് നമുക്കൊരു വണ്ടി ഓടിക്കാൻ പ്രയാസമായിട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റിൽ തന്നെ, കാരണം ഒരു കൊച്ചിനെ നടത്താൻ പഠിക്കുന്നത് നമ്മൾ പെരക്കത്തൂടെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ, സ്റ്റെപ്പിൽ കൂടെ നടക്കുന്നു. കാരണം ഒരു കാലെടുത്ത് വെച്ച് ഒരു കാലെടുത്ത് വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അപ്പൊ കൈക്കും കാലിനും സ്പീഡ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഗിയർ തന്നെ ഇട്ടോളും, നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് ആയിക്കോളും. അപ്പൊ നമുക്കിപ്പം തുടക്കക്കാരാകുമ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ 5ാമത്തെ ഗിയർ ഒക്കെ ഇടുന്നത് എപ്പോഴാണ്, അതൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു വണ്ടി ആ സമയത്ത് വരുമ്പോൾ ഒരു വണ്ടി വരുമ്പോൾ എത്ര തിരിക്കണം, ആ വണ്ടി അങ്ങനെയൊക്കെ വരുന്ന പേടി, അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടാണ് പേടി ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ തന്നെ അങ്ങോട്ട് പോകുക, കണ്ടില്ലേ? ഇപ്പൊ ഫസ്റ്റ് ഗിയർ തന്നെ പോകുന്നു. ഇപ്പൊ നമുക്ക് അടുത്ത ഗിയർ ഇടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്, നമുക്ക് കംഫർട്ടബിൾ ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എങ്ങും പോകുന്നില്ല, നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ഒരു വണ്ടിയുടെ ദൂരെ കാഴ്ച കാണാം, ഒരു വണ്ടി വരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ കാണാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യും, നിങ്ങൾ സെക്കൻഡ് ഗിയറോ അടുത്ത ഗിയറിലൊക്കെ ഓടിക്കാം. അല്ല നമ്മൾ എടുക്കുന്ന പറഞ്ഞ ചാടി എല്ലാം 5 ഗിയർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്തില്ല ഡ്രൈവർ ആവുന്നില്ല. ഇപ്പൊ ഞാനിപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു നിരപ്പായി കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കും. കാരണം ഒരു വാക്കിങ്ങിന്റെ സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയർ തന്നെ ഇട്ട് പോകാം. അല്ലാതെ വണ്ടി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടണമെന്നില്ല. അതുപോലെ തന്നെ വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ അത് അന്നേരം ഫസ്റ്റ് ഗിയർ ഇടണമെന്നില്ല, സെക്കൻഡ് ഗിയർ ഇടാൻ പറ്റും. വണ്ടി എടുത്ത് ക്ലച്ചിൽ നിന്ന് മേളി വന്നാൽ ഒരു വീലിന്റെ റണ്ണിങ് ആയി. അപ്പൊ നമുക്ക് ആ റണ്ണിങ് നിൽക്കുമ്പോൾ വണ്ടി നമ്മൾ അഥവാ ആക്സിലേറ്റർ ക്ലച്ച് ചവിട്ടുന്ന സമയത്തും ആ ഒരു റണ്ണിങ് തന്നെ നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാം, വേഗത്തിൽ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇടാം. ഇപ്പൊ കണ്ടില്ലേ, ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. അപ്പൊ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും പോയില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് എനിക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടുന്ന് ക്ലച്ചിലും ബ്രേക്കിൽ അധികം അഴിച്ചു വിട്ടില്ല, കണ്ടില്ലേ? ബ്രേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് മുക്കാൽ ഭാഗം എടുത്തോളൂ, കണ്ടില്ലേ? അങ്ങോട്ട് ഞാൻ ആ പോകേണ്ടടുത്തോടെ നോക്കി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു, കണ്ട? അപ്പൊ ഇവിടുന്ന് സ്പീഡിൽ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ തിരിക്കുന്ന വണ്ടിക്ക് നമ്മൾ ഇപ്പൊ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുത്താൽ പെട്ടെന്ന് സ്പീഡിൽ പോകും. കാരണം ഈ ഒടിഞ്ഞു കിടക്കുകയാണ്. അപ്പം ഈ എടുക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ പോകും. നമ്മൾ ഒരു കാരണവശാലും വാഹനം നിവരാതെ എന്ത് ചെയ്യരുത്, ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുക്കരുത്. ഇപ്പൊ ഞാൻ വാഹനം നിവർത്തി ക്ലച്ചിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്നു. അപ്പൊ നമ്മൾ ഒരു റോഡിലോട്ട് ഇപ്പം കട്ട് ചെയ്ത് കയറുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളെ മിറർ ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കയറുന്ന സമയത്ത് വണ്ടികൾ ഇപ്പൊ നമ്മുടെ സിഗ്നൽ വീണ് കിടക്കേണ്ട വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് കൂടെ ചവിട്ടി അവിടെ നിർത്തിയിട്ട് ചെയ്യുക. നിർത്തിയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് വണ്ടി ഇല്ലാന്ന് കണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ച് നിൽക്കരുത്. കാരണം നമ്മുടെ ഗിയർ ഏതാ, സെക്കൻഡ് ഗിയർ ആണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കാം. നമ്മൾ ഓർമ്മ വണ്ടി നിൽക്കുമ്പോഴേ നിങ്ങൾ അത് അഡ്വാൻസ് ആയിട്ട് അതങ്ങ് ചെയ്തേക്കണം. ഫസ്റ്റ് ഗിയർ കൊടുത്തു, എന്നിട്ട് വണ്ടി ഇല്ല നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കാം. അല്ലാതെ നമ്മൾ ഇങ്ങനെ വെകളി പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി നമ്മുടെ കണ്ണൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ മിററിൽ നിന്ന് മാറരുത്. കാരണം അവിടുന്ന് വരുന്ന വണ്ടി ഇല്ലെങ്കിലേ നമുക്ക് മുന്നോട്ട് നോക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറ്റാവൂ. ഇപ്പൊ വണ്ടി ഇല്ല, ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ നേരെ തന്നെ നോക്കി എന്ത് ചെയ്യണം, എടുക്കണം. അല്ല നമ്മൾ നേരെ തന്നെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് എടുക്കാൻ പോയാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ചിലപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കും, നമ്മൾ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കും. അപ്പൊ വണ്ടി എങ്ങോട്ട് പോകും, അതുകൊണ്ട് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പൊ നമ്മൾ പിന്നെ നോക്കുന്നതൊക്കെ പേടി തോന്നും. പിന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുത്തിട്ട് ബ്രേക്കിലാണോ ആക്സിലേറ്ററാണോ കൊടുക്കുന്നതെന്ന് പേടി തോന്നും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കണ്ണ് അവിടോട്ട് നോക്കുന്നു, വണ്ടി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് നോക്കുന്നത്. വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ബ്രേക്കിൽ നിന്ന് മാറ്റി നേരെ നോക്കി ക്ലച്ചിൽ നിന്ന് എടുത്താലേ വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പോകേണ്ടത്തോടെ നോക്കി കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ കാണില്ലേ, റോഡിലോട്ട് ഞാൻ കയറുകയാണ്, വണ്ടിയൊന്നും ഇല്ല. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സൈഡാണ്. അപ്പൊ ഞാൻ ഈ സൈഡിലോട്ട് വന്നു, സ്വല്പം ആക്സിലേറ്റർ കൊടുത്തു. ആക്സിലേറ്റർ എന്ന് മാറ്റുന്ന സമയത്ത് കണ്ടില്ല, ഒരു കൈ കൊണ്ടാണ് കേട്ടോ ആക്സിലേറ്റർ ഒന്ന് മാറ്റി. അപ്പൊ എനിക്ക് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ആക്സിലേറ്റർ ഒന്ന് മാറ്റി. അപ്പം സ്റ്റിയറിംഗ് നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ മുറുകെ ഒന്നും പിടിക്കരുത്. ആക്സിലേറ്റർ സ്വല്പം കൊടുത്തു, ആക്സിലേറ്റർ ഒന്ന് മാറ്റി, ക്ലച്ച് നല്ലൊരു ചവിട്ടിയതിന് ശേഷമേ ഗിയറിലോട്ട് തൊടാവൂ. അല്ലാതെ നമ്മൾ ഗിയർ അടുത്ത് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ഗിയറിലേക്ക് പിടിച്ച് വലിക്കരുത്. അപ്പൊ നമുക്ക് ക്ലച്ച് ചവിട്ടാനും കറക്റ്റായിട്ട് എന്ത് ചെയ്തില്ല, നമ്മുടെ കാല് പോകത്തില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ആ സമയം നമ്മൾ ഗിയർ ഇടാൻ പോകുമ്പോഴത്തേന് ചിലപ്പോൾ വണ്ടി ഇങ്ങനെ എന്ത് ചെയ്യും, അതിലെല്ലാം അങ്ങ് പോകും. അപ്പൊ നമുക്ക് പേടി തോന്നും. അപ്പൊ പിന്നെ നമ്മൾ ന്യൂട്രലാക്കിയിട്ട് ഇങ്ങനെ ഇരപ്പിക്ക് വിട്ട്. അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അപ്പൊ നമുക്ക് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമുക്ക് സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മൾ വണ്ടി നിങ്ങൾ 1-ലും 2-ലും 3-ലും ഒക്കെ ഒന്ന് തനിയെ വണ്ടി ഓടിക്കേണ്ടതായിട്ട് ഇതുപോലെ പ്ലെയിനായ സ്ഥലത്ത് നല്ല സ്ട്രെയിറ്റ് ആയ റോഡുകളിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി പോകാത്ത രീതിയിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഇട്ട് ബാലൻസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, മറ്റുള്ള റോഡുകളിലും പോകാം. ഞാനിപ്പം സെക്കൻഡ് ഗിയറിൽ പോന്നു, അപ്പൊ എനിക്ക് അടുത്ത ഗിയർ ഉണ്ട്, ഞാൻ സ്വല്പം കൂടെ. അപ്പൊ നമ്മൾ എപ്പോഴും ആക്സിലേറ്റർ കൊടുത്താലും ഒരു 2, 3, 4 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കരുത്. അപ്പം ഈ 2, 3 കനത്തിന്റെ പേപ്പറെ ആക്സിലേറ്റർ ഇരിക്കുന്നുള്ളൂ. ആ സമയത്ത് വണ്ടിക്ക് സൗണ്ട് കൂടുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അടുത്ത ഗിയറിന് എന്ത് ചെയ്യാം, സ്വല്പം ഒരു 5-6 പേപ്പറിന്റെ കനത്തിലൂടെ ആക്സിലേറ്റർ കൊടുക്കുക, ആക്സിലേറ്റർ മാറ്റുക, ക്ലച്ച് നല്ലൊരു ചവിട്ടുക, തേർഡ് ഗിയർ കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ മുറുകെ പിടിക്കുവോ, അതുപോലെ തന്നെ ഗിയറിലേക്ക് നോക്കിയോ എന്ത് ചെയ്യരുത്, ഗിയർ ഇടരുത്. അപ്പൊ നമ്മൾ
നിങ്ങൾ കുറെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. വണ്ടി എടുക്കുന്നതിന് മുമ്പ് നേരെ നോക്കിക്കൊണ്ട് ഗിയർ ഫസ്റ്റ് സെക്കൻഡും തേർഡും കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡും തേർഡ് ഇടും. അപ്പം നമ്മൾ തേർഡ് ഗിയറിലാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എങ്ങും പോകുന്നത് നമ്മൾ പേടിക്കൊന്നും വേണ്ട, ഭയങ്കര സ്പീഡ് ആകുമെന്നൊന്നും. അപ്പൊ ഏത് ഗിയറിലായാലും നമ്മുടെ കാല് എത്രയും ആക്സിലറേറ്റർ ഇരിക്കാവും, ഒരു 2 or 3 പേപ്പറിന്റെ കനം, അതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്. അല്ല ഇത്രയും ആക്സിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് നിങ്ങൾ താത്ത് കൊടുക്കൊന്നും വേണ്ട. ഒരു 2 or 3 പേപ്പറിന്റെ ഒരു കനത്തിനനുസരിച്ച് മാത്രം സ്വല്പം മാത്രം ഒന്ന് താത്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ അങ്ങ് പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗം തന്നെ നോക്കി പോകും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടി ആയിരുന്നു ഇങ്ങനെ നോക്കരുത്. കാരണം അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഒരഞ്ഞു പോകുന്ന ഒരു തോന്നും. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് എന്ത് ചെയ്യരുത്, നമ്മുടെ കണ്ണ് മാറരുത്. അതുപോലെ നിങ്ങൾ വണ്ടി എന്ത് ചെയ്ത് വണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾ ഈ മിററിൽ നോക്കി ഇങ്ങനെ ഇരിക്കരുത്. കാരണം നമ്മൾ ഈ മിററിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് പേടിയുണ്ടാകും. കാരണം നമ്മളെ ഈ ലെൻസ് ഒക്കെ അടുത്ത ലെൻസുകളാണ്. മിററിനകത്തോട്ട് നോക്കുമ്പോൾ അടുത്ത ലെൻസുകളാണ്. വണ്ടി നമ്മുടെ ബാഗിൽ അടുത്തതായിട്ട് തോന്നും. അപ്പം അടുത്ത ലെൻസ് ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ചെയ്ത്. കാരണം നമ്മുടെ വണ്ടി മുന്നോട്ട് റണ്ണിങ് ആണ്. അപ്പം നമ്മുടെ വണ്ടി മുൻപിൽ എന്താണ് ചെയ്യേണ്ടത്, കാരണം ഒരേ സ്ട്രെയിറ്റ് റോഡ് ആകണമെന്നില്ല. നമ്മളിപ്പോ ഇതേ രീതി തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേ രീതി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി വണ്ടി പോയി നോക്കി, ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചില്ല, വണ്ടി എങ്ങോട്ടാ പോകുന്നത് നോക്കി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഇതേപോലെ നമ്മുടെ ഒരു തുടക്കക്കാരന്റെ കണ്ണ് ഒന്ന് മിററിലേക്ക് പോയിട്ട് തിരിച്ച് നേരെ വരുമ്പോഴത്തേന് ഒരു 3-4 സെക്കൻഡ് പോകും. അപ്പം ഇതേ സ്ട്രൈറ്റ് തന്നെ റോഡിലായിട്ട് തന്നെ നിങ്ങൾ കണ്ടില്ല ഇപ്പൊ അങ്ങോട്ട് പോയത്. അപ്പം നമ്മുടെ മുൻപിൽ ഇതേ തന്നെ ആണോന്നില്ല, കുറച്ച് വളവൊക്കെ ഉണ്ടാകും. എന്ത് ചെയ്യും, വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് പേടിച്ച് എന്ത് ചെയ്യും, അങ്ങോട്ട് കിടക്കും. അപ്പൊ നമ്മുടെ കണ്ണ് മുൻപോട്ട് തന്നെ ഇരിക്കണം. നമ്മൾ മുന്നോട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറാണ് മുന്നോട്ടുള്ള ഗിയർ, റിവേഴ്സ് ഗിയർ അല്ലാത്ത ഒരു ഗിയറിൽ നമ്മൾ വണ്ടി മുന്നോട്ട് റൺ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ അങ്ങോട്ട് വെറുതെ മിററിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഓടിക്കരുത്. മുമ്പിൽ എന്താണോ ചെയ്യണം. പിന്നെ നമുക്ക് മിററിൽ എപ്പോഴാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ റൈറ്റിലേക്ക് പോകണം. ഇപ്പൊ റൈറ്റ് അങ്ങോട്ട് ചേരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മള് റൈറ്റിലെ മിററിൽ നോക്കുക. കാരണം ഇപ്പൊ എനിക്ക് റൈറ്റിൽ ചേരുന്നാ പോകണ്ടേ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ സൈഡിൽ നിന്ന് മിററിൽ നോക്കുന്നു. അപ്പൊ എന്റെ വണ്ടിയുടെ സ്പീഡ് ഞാൻ കുറയ്ക്കുകയാണ്. ബ്രേക്കിൽ കാരണം തേർഡ് ഗിയർ ആണ്, ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു, ക്ലച്ചും ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു, ഞാൻ മിററിൽ നോക്കി ഇൻഡിക്കേറ്റർ കൊടുത്തു. കണ്ടില്ലേ, ആ വണ്ടി ഇല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് ആക്കി. എന്നിട്ട് നമ്മൾ ആ സൈഡ് വണ്ടി ഇല്ലെന്ന് കണ്ടിട്ട് എടുത്തു. അപ്പൊ നമ്മൾ പിന്നെ മിററിലോട്ട് നോക്കിയിരുന്ന എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. നമ്മൾ വണ്ടി ഇല്ലെന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പിടിച്ചത്. അപ്പൊ നമ്മൾ നമ്മുടെ സൈഡിലേക്ക് നോക്കുക, വണ്ടി ആ ഭാഗത്തേക്ക് അടുപ്പിക്കുക. എനിക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഞാൻ ഇവിടുന്ന് വരുമ്പോൾ എന്ത് ചെയ്ത് ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി നിർത്തി. കാരണം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആകുമ്പോൾ നമുക്ക് ഒരു വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ആദ്യമേ ക്ലച്ച് ചവിട്ടി ബ്രേക്കോടെ ചവിട്ടി നിർത്തി. അപ്പൊ നിങ്ങൾ വണ്ടി കൊണ്ട് നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഗിയറിലേക്ക് പിടിക്കരുത്. കാരണം ഞാൻ ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്, ഞാൻ ഇപ്പോഴും ഗിയർ മാറിയില്ല. അപ്പൊ ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി അവിടെ വണ്ടി നിന്നു. അതിനുശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ബ്രേക്ക് മാറ്റുക, ക്ലച്ച് മെല്ലെ എടുക്കുന്നു. ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പോകേണ്ടത് കൊണ്ട് ഞാൻ മെല്ലെ ക്ലച്ച് എടുക്കും. നമ്മൾ ആണ്ടാ ക്ലച്ച് എടുക്കുക, കാലെടുത്തു, ആ സൈഡ് സ്വല്പം കൊടുത്തു, വീണ്ടും ക്ലച്ച് ചവിട്ടി നമ്മുടെ സൈഡിൽ തന്നെ വന്ന് സെക്കൻഡ് ഗിയർ കൊടുത്തു. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തോടെ തന്നെ ഇങ്ങനെ പോകുന്നു. കണ്ടാ, എന്ത് ചെയ്യരുത്, നമ്മുടെ റോഡിലാണോ വണ്ടികളെല്ലാം നടക്കുന്നത്, നമ്മളെ പെട്ടെന്ന് ഒരുപാട് ആക്സിഡന്റ് ഒന്നും ഒരിടത്തും കൊടുക്കേണ്ട കാര്യമില്ല. അത് മാത്രം ഇപ്പൊ ഫ്രണ്ടിൽ ഒരു ഹമ്പ് ഉണ്ട് കണ്ടോ, ഞാനിപ്പോ എന്ത് ചെയ്തു, ആക്സിഡന്റ് ഒന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി കൊടുത്തു. അപ്പൊ ക്ലച്ചോട് ചവിട്ടിയപ്പോൾ സ്പീഡ് കൂടി, അപ്പൊ അതിനനുസരിച്ച് ബ്രേക്കോടെ സ്ലോ ചെയ്തു, ബ്രേക്ക് ഇപ്പൊ മാറ്റി ക്ലച്ച് മെല്ലെ 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 എടുത്തു. അപ്പൊ നമ്മൾ വണ്ടി എന്ത് ചെയ്യരുത്, ഇപ്പൊ വണ്ടി സ്ലോയോട് ആകുന്നതിനനുസരിച്ച് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ പെട്ടെന്ന് വലിക്കരുത്. അപ്പൊ വണ്ടിയുടെ അനുസരിച്ച് മാത്രം, വണ്ടിയുടെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ എന്തിനും അതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ താങ്ങി കൊടുക്കുക. ഞാനിപ്പോ റൈറ്റ് സൈഡിലോട്ട് ചേർന്ന് വേണ്ടി പോകാൻ വേണ്ടി ഞാൻ മിററിലോട്ട് നോക്കി, വണ്ടി ഇല്ലെന്നുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് വന്നു. കാരണം എനിക്ക് അവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഞാനിപ്പോ ഈ ഒരു സൈഡ് തന്നെ ചേർന്ന് പോകുന്നു അല്ലേ. അപ്പൊ ഞാൻ സെക്കൻഡ് ഗിയർ തന്നെയാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ആ പോകുന്ന ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ട് ഇവിടെ എല്ലാം കിടക്കുന്ന വണ്ടി ആൾക്കാരെല്ലാം നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പോകേണ്ട സൈഡിൽ നിന്നും കാണാൻ നമുക്ക് പേടി തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ആക്സിലേറ്റർ വെച്ചുകൊണ്ട് തിരിക്കരുത്. കാരണം ആക്സിലേറ്റർ വെച്ചുകൊണ്ട് തിരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കര സ്പീഡായ വണ്ടി അങ്ങ് പോകും. അപ്പൊ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അപ്പൊ നമ്മൾ വളവ് തിരിയുന്ന സമയത്ത് ആക്സിലേറ്റർ നിന്ന് മാറ്റി വെച്ച് നോക്കണം, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്ന സമയത്തൊന്നും അങ്ങോട്ട് തീരുന്നത് നിങ്ങൾ നോക്കണം. അതിന് ഇപ്പുറത്തോടെ നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തോടെ പോകാൻ പറ്റത്തില്ല, നമുക്ക് ഇപ്പുറത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പുറത്തോടെ നോക്കി വണ്ടിയെ നമ്മളെ ആ ഫ്രണ്ടിനെ ഇങ്ങോട്ട് അങ്ങ് മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതി തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ. അപ്പം ഇവിടെ ആക്സിലേറ്റർ ഇങ്ങനെ കൂടുതൽ കൊടുക്കണം, ചെറിയൊരു കയറ്റമാണ്. ഞാൻ ആ സെക്കൻഡ് ഗിയർ തന്നെയാണ് പോട്ടെ ആക്സിലേറ്റർ കൊടുത്തു കണ്ടോ, നോർമൽ രീതിയിലേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനെ കൂടുതലായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് എനിക്ക് റൈറ്റോട്ടാ പോകണം. ഞാൻ ആദ്യം മിററിൽ നോക്കുന്നു, കാരണം നമുക്ക് ഈ സൈഡിൽ കൂടെ വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വണ്ടികളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ തട്ടും. അപ്പൊ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കി കണ്ടില്ലേ, അപ്പൊ സെക്കൻഡ് ഗിയർ തന്നെയാണ് പോകുന്നത്. കണ്ട, ഇപ്പൊ എനിക്ക് റൈറ്റോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ടീ റോഡ് പോലെ, അവിടെ ഒരു ടീ റോഡ് പോലെ. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം
ഇവിടുന്ന് ക്ലച്ച് ചവിട്ടി കൊടുത്തു, അവിടെ പതിയെ ബ്രേക്കിലും വെച്ച് അങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുമാണ് റോഡ്, സ്ട്രെയിറ്റ് റോഡില്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി അവിടെ നോക്കി വണ്ടി ഉണ്ടോ എന്നുള്ളത്. കാരണം ഇവിടെ നമുക്ക് നോക്കിയപ്പോൾ കാണാം വണ്ടിയില്ല. അപ്പൊ നമ്മൾ അവിടെ നോക്കണം ആദ്യം, കണ്ട അവിടെ നോക്കി വണ്ടിയില്ല എന്ന് കണ്ടാൽ മാത്രം എടുക്കുക. അല്ലാതെ ഇതുപോലെ വണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് മാത്രം നോക്കിക്കൊണ്ട് എന്ത് ചെയ്ത് എടുക്കരുത്. ഞാനിപ്പോൾ അതുകൊണ്ട് അവിടെ വണ്ടി വന്നുകൊണ്ട് ഞാൻ അവിടെ ക്ലച്ച് ബ്രേക്ക് ചവിട്ടി നിർത്തി, അവിടെ വണ്ടിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കി വണ്ടിയില്ല, അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ നോക്കുന്നത്. അല്ല ഇങ്ങനെ നമ്മൾ നോക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വലത്തേക്ക് ഫുള്ളായിട്ട് തിരിക്കേണ്ടി വരും. നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ നോക്കി, കണ്ടില്ലേ, ആ ഭാഗത്തേക്ക് തന്നെ വണ്ടി കൊണ്ടുവന്നു. കണ്ടോ അവിടെ ഒരു ഫ്രണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, കണ്ടോ വീല് സ്ട്രെയിറ്റ് ആക്കി. അപ്പം സ്ട്രെയിറ്റ് ആക്കുമ്പോൾ നമ്മൾ ക്ലച്ചേലും ബ്രേക്കേലും ഉണ്ട് കാര്യം, കണ്ടോ സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നിവർത്താൻ, അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് പോകും. അപ്പം ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു, ഈ രണ്ട് ഭാഗത്ത് നോക്കി വേണം, കാരണം നമുക്ക് ഫ്രണ്ടിലോട്ട് റോഡില്ല. അപ്പൊ നമ്മൾ ഈ രണ്ട് ഭാഗത്തേക്ക് നോക്കി, അപ്പൊ അവിടെ എല്ലാം നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും സെറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പൊ പതിയെ ആണ് അയച്ചു വിടുന്നത്, കണ്ടോ. അപ്പൊ അവിടെ വണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കി ബ്രേക്ക് ഒന്ന് മാറ്റി ക്ലച്ചിൽ മെല്ലെ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വണ്ടി നമ്മുടെ ക്ലച്ചിൽ എടുത്തു വിടരുത്. അപ്പം ഈ സ്റ്റിയറിംഗ് തിരിഞ്ഞിരിക്കുകയാണ്, വണ്ടി ഇങ്ങോട്ട് പോകും. ക്ലച്ചിൽ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നേരെ ആക്കി, കണ്ട സ്റ്റിയറിംഗ് നേരെ ആക്കി. അതിനുശേഷം എന്ത് ചെയ്ത് ക്ലച്ചിൽ എടുത്ത് വിട്ടെ. അപ്പൊ ക്ലച്ചിൽ എടുത്തിട്ട് നമ്മൾ അന്നേരം എന്ത് ചെയ്ത് പെട്ടെന്ന് ആസട്ടൊന്നും കൊടുക്കരുത്. 1, 2, 3 ആ ഒരു രീതി പതിയെ ആസട്ട് കൊടുത്ത് അങ്ങനെ കൊണ്ട് പോവാം. നമ്മുടെ സൈഡിൽ തന്നെ ഉറപ്പ് വരുത്തിയതിനു ശേഷം ആസട്ട് സ്വല്പം കൂടെ കൂട്ടി കൊടുക്കുക, ആസട്ടൊന്ന് മാറ്റുക, ക്ലച്ച് നല്ലൊരു ചവിട്ടിയുമ്പോഴും നമ്മുടെ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകരുത്. നിങ്ങൾ ധൃതി ഒന്നും വെക്കരുത്. അവ ക്ലച്ച് ചവിട്ടി നേരെ സെക്കൻഡ് ഗിയർ കൊടുത്തു. സെക്കൻഡ് ഗിയർ എടുത്തിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ക്ലച്ച് കാലെടുക്കരുത്. ക്ലച്ച് മെല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണോ എടുക്കുന്നത് അതിനേക്കാൾ സ്വല്പം കൂടെ സ്പീഡിൽ മാത്രം എന്ത് ചെയ്യാവും, ക്ലച്ചിൽ നിന്ന് സെക്കൻഡ് ഗിയർ നമ്മൾ കാലെടുക്കാം. നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോവാ, കണ്ടില്ലേ. അപ്പൊ നമുക്ക് തേർഡ് ഗിയർ ഇടണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടി പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവും, നിങ്ങൾ ഗിയർ ഇടാം. അപ്പൊ ഇങ്ങനെ 1, 2 വണ്ടികൾ കയറി പോകുന്ന കണ്ടോണ്ട് നിങ്ങൾ ഇങ്ങനെ ബാക്കിലേക്ക് നോക്കി ഒന്നും ഇരിക്കരുത്. കാരണം ഞാൻ വീണ്ടും ആസട്ട് കൊടുത്തു, ആസട്ടൊന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു, കണ്ടോ. അപ്പൊ ഇന്ന് എന്റെ വണ്ടി എന്റെ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ ഒന്നും കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ നമ്മൾ ഗിയർ ഇടുമ്പോഴൊന്നും എന്ത് ചെയ്യരുത്, സ്റ്റിയറിംഗിനെ മുറുകെ പിടിക്കൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു വണ്ടി ഇരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കരുത്, നമ്മൾ നേരെ തന്നെ നോക്കി. അപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കിയിരിക്കരുത്, ആളിനെ അല്ലെങ്കിൽ ഒരു വണ്ടി ഒരു സൈഡിലോട്ട് നോക്കി അതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കുക, കണ്ട കറക്റ്റ് ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി അവിടെ ഫ്രണ്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സൈഡ് ചേർക്കണമെന്നില്ല. നമ്മൾ ആദ്യം മിററിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പേസ് ഇവിടുന്ന് അങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് പോകാം, കണ്ട ഇവിടുന്ന് സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എല്ലാം പേടിയൊക്കെ തോന്നും. കാരണം നമ്മൾ അവിടെ എത്താറാകുമ്പോൾ പലരും എന്ത് ചെയ്യും, ഇങ്ങനെ മിററിലോട്ട് നോക്കും. അന്നേരം ഒരു വണ്ടി വരുന്ന കണ്ടോണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി അതിന്റെ ബാക്കിൽ അങ്ങ് കൊണ്ട് നിർത്തും. അതിന്റെ ബാക്കി കൊണ്ട് നിർത്തിയിട്ട് പിന്നെ എടുക്കാൻ നേരം വണ്ടികൾ എല്ലാം വരുന്ന കണ്ടോണ്ട് എന്ത് ചെയ്യും, പിന്നെ എടുക്കാൻ നേരം പേടി ഉണ്ടാകും. പിന്നെ എടുക്കാൻ നേരം പിന്നെ അതിന്റെ സൈഡ് ചേർന്ന് കിടക്കുമായതുകൊണ്ട് നമുക്ക് എടുക്കുമ്പോൾ പേടി ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടുത്തെ ലെഫ്റ്റിലോട്ടാണ് പോകണം. നമ്മളപ്പം എന്ത് ചെയ്യണം, ആ ലെഫ്റ്റ് റോഡിലോട്ട് തന്നെ നോക്കിയാൽ മതി, കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ തിരിയുന്ന സമയത്തെല്ലാം ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലൊക്കെ വേണം തിരിയാൻ. അപ്പൊ നമുക്ക് തേർഡ് ഗിയറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സ്പീഡിലാകും. ഞാനപ്പോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കിയത്. എന്നിട്ട് വണ്ടി നമ്മുടെ കംഫർട്ടബിൾ ആണ്, നമ്മുടെ കൈ. എനിക്ക് വേണമെങ്കിൽ തേർഡ് ഗിയർ തന്നെ ഓടിക്കാം, ഞാനൊരു ബിഗിനർ ഓടിക്കുന്ന രീതി തന്നെയാണ് ഓടിക്കുന്നത്, കണ്ടാ. അപ്പൊ ഞാൻ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് നമുക്കിപ്പോ സ്ട്രെയിറ്റ് റോഡ് നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടെന്ന് കാണാം. അപ്പൊ ഞാൻ സ്വല്പം കൂടെ ആസട്ട് കൊടുത്തു. എനിക്കിപ്പോ തേർഡ് ഗിയർ ആണ്, എന്ത് ചെയ്തു, നമ്മുടെ സൈഡിൽ തന്നെയാണ്. എനിക്ക് വണ്ടികൾ അടുത്ത ഗിയർ ഇട്ടാലും പ്രശ്നമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആസട്ട് കൊടുത്തു. ആസട്ട് മാറ്റി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു, കണ്ട. ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഫോർത്ത് ഗിയർ പോകുമ്പോൾ ഇറക്കം വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലച്ച് ചവിട്ടണ്ട, ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് സ്പീഡ് കുറഞ്ഞാ വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ആക്കി കൊടുക്കുക. അതുകൊണ്ട് ഒരു ഹമ്പ് പോലൊക്കെ കൊണ്ട് കുഴി പോലെ കണ്ട ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ബ്രേക്കും ചവിട്ടി ക്ലച്ചും ചവിട്ടി കണ്ട വണ്ടി സ്ലോ ആക്കി സെക്കൻഡ് ഗിയർ കൊടുത്തു. പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നു, കണ്ടോ. വണ്ടി അപ്പൊ കുലുങ്ങാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അവിടുന്ന് എടുക്കാൻ സാധിച്ചു, കണ്ട. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള ഈ ഫ്രണ്ടിലൊക്കെ നമുക്ക് കുഴികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്ലോ ആക്കി ബ്രേക്കൂടെ സ്ലോ ആക്കി ഗിയറൂടെ നമ്മൾ ഡൗൺ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു ഗിയർ തന്നെയല്ല വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വളവ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കരുത്. കാരണം നമുക്ക് അതിന് പേടി തോന്നും. ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടെ പോകുന്ന സമയത്ത് ഒന്നും എന്ത് ചെയ്യരുത്, നമ്മുടെ ആ പോകേണ്ടടുത്ത് മാത്രം നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ജംഗ്ഷനുകൾ അല്ലെങ്കിൽ ഇതുപോലെ പല പല റോഡുകൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടി വരുന്ന സമയത്ത് നമുക്ക് പേടി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് പോകുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ നേരെ തന്നെ നമ്മൾ നോക്കിയിരിക്കുക, നമുക്ക് പോകേണ്ട റോഡിലോട്ട് തന്നെ നമ്മൾ നേരെ തന്നെ നോക്കിയിരിക്കുക. അപ്പൊ നമ്മൾ ഈ നമ്മുടെ കാല് കറക്റ്റ് എവിടെ ഇരിക്കുന്നു, അതുകൊണ്ട് കാലുകൊണ്ട് എന്താണ് ഇപ്പൊ ചെയ്യാനുള്ളത്, കാല് എത്രയും കൊടുക്കണം, ഇത് മാത്രം നമ്മളൊന്ന് മൈൻഡ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ വെറുതെ ആക്സിലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആക്സിലേറ്റർ കൂട്ടിക്കൊടുക്കണം, ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ഇടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, വെറുതെ ആക്സിലേറ്റർ ഒന്നും കൂട്ടി കൊടുക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊരു വണ്ടി എന്ത് ചെയ്യുക,
കൃത്യമായിട്ട് നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പേടി കൂടാതെ ഏത് റോഡിലും നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ 1, 2, 3 ഈ ഒരു ഗിയറിൽ തന്നെ ഓടിച്ചോടിച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം, ഒരു വാഹനം ഓടിക്കാം. അതുപോലെ നമുക്ക് ഒരു സൈഡ് ചേർക്കണം. എന്ത് ചെയ്തു, ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഇപ്പം നിർത്തി, കണ്ട ക്ലച്ചും ബ്രേക്ക് അടിച്ചോടെ നിർത്തി, ഫസ്റ്റ് ഗിയർ കൊടുത്തു, ബ്രേക്ക് ഒന്ന് മാറ്റി ക്ലച്ച് ഒന്ന് മെല്ലെ എടുക്കുകയാണ്. കണ്ട ക്ലച്ച് ഒന്ന് മെല്ലെ ഇടും. അപ്പൊ നമുക്ക് എടുത്ത് ക്ലച്ച് എടുത്ത് വിടരുത്. അപ്പം ക്ലച്ച് എടുക്കുന്നതിന് കൊടുത്ത് തന്നെ അങ്ങോട്ട് സ്റ്റിയറിംഗ് കൂടെ പതിയെ പതിയെ തിരിച്ചു കൊടുത്തു. അങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, വീണ്ടും ക്ലച്ചൂടെ ചവിട്ടി കൊടുത്തിട്ട്, കാരണം നമുക്ക് ഇനിയിപ്പോ റൈറ്റോട്ട് തിരിയാനുണ്ട്. എന്ത് ചെയ്തു, റൈറ്റിലോട്ടൂടെ സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി നിർത്തിയിട്ട്, കണ്ടോ റൈറ്റിലോട്ടൂടെ തിരിച്ചേച്ച് ബ്രേക്കിൽ മെല്ലെ എടുക്കുന്നു. അപ്പം ക്ലച്ച് എടുത്ത് വിടരുത്. അപ്പൊ എന്നാലും എന്താ വണ്ടി ഇങ്ങോട്ട് നമുക്ക് തിരിഞ്ഞ് വണ്ടി നേരെ ആകത്തുള്ളൂ. കണ്ടോ അപ്പൊ പതിയെ ക്ലച്ച് എടുക്കാവും. അപ്പൊ ക്ലച്ച് ഒരു മൂവ്മെന്റ് കിട്ടി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടി കൊടുത്തോണ്ട് ബ്രേക്കോടെ ചവിട്ടി കൊടുക്കുക. കണ്ട എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ തന്നെ വണ്ടി നിൽക്കും. അല്ല നിങ്ങൾ ഒരു കാരണവശാലും ക്ലച്ച് ബ്രേക്കിൽ എടുത്ത് വിട്ടിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങോട്ട് നോക്കി ക്ലച്ച് എത്രയാ പോകുന്നതെന്ന് അറിയാതെ എന്ത് ചെയ്യരുത്, ഒരു വണ്ടി എടുക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും ഈ തിരക്ക് പിടിച്ച് എല്ലാം ഗിയർ വിടാൻ വേണ്ടി പഠിക്കും. നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ, നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോകാൻ പറ്റുമോ, അത് തന്നെ ഓടിച്ചോടിച്ച് നമ്മളൊരു കാരണവശാലും എക്സ്പേർട്ടായി വരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എക്സ്പേർട്ടായിട്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ ഇതുപോലെ ഒരു ജംഗ്ഷൻ വന്നു, ക്ലച്ച് വിടുന്ന ചവിട്ടി പതിയെ ബ്രേക്കിൽ വെച്ച് നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. നമ്മുടെ കണ്ടില്ലേ, നമ്മൾ അങ്ങോട്ട് നോക്കി കാണത്തക്കോലെ നിർത്തുന്നു, ഇവിടെ നോക്കി വണ്ടിയില്ല. അപ്പൊ നിർത്തിയ ശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വണ്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, എടുത്തു കളയല്ല. കാരണം നമ്മുടെ ഗിയർ ഇപ്പൊ വന്ന് കിടക്കുന്ന ഗിയർ ഏതാ, സെക്കൻഡ് ഗിയർ ആണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു. വീണ്ടും നമ്മൾ രണ്ട് സൈഡിലും വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കാവൂ. അല്ല നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഗിയറുകൾ വണ്ടി കിടക്കുന്ന വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട ഗിയർ ഫസ്റ്റ് ഗിയർ ആണ്. അപ്പം വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഭാഗത്തേക്ക് നോക്കുക, അങ്ങോട്ട് നമ്മുടെ ഫ്രണ്ടിനെ കൊണ്ടുപോകാം. കണ്ടില്ലേ, പിടിക്കോ. ഇപ്പൊ എനിക്ക് സെക്കൻഡ് ഗിയർ ആണ്, വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ആക്സിലേറ്റർ കൊടുത്തു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വണ്ടി വന്നു നേരെ ആയതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ഒന്നും വിടാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോവാം. ബാക്കിൽ ഒരു വണ്ടി ഓൺ അടിക്കുന്ന കണ്ടോണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയോ ചെയ്യരുത്. കണ്ടില്ലേ, നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് പോവാം. അപ്പൊ അവർക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ അവർ കയറി അങ്ങ് പൊക്കോളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരു ബാക്കിലേക്ക് നോക്കിയിരുന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ വണ്ടി ചിലപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ മാറിയൊക്കെ അങ്ങ് പോകും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങളൊരു വണ്ടി ഓൺ അടിച്ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ നമ്മുടെ വണ്ടി നമ്മുടെ ആ സൈഡിൽ കൂടെ തന്നെയാണോ പോകുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ പോയാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ ബാക്കിലേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വണ്ടി ഉള്ളതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി മുൻപോട്ട് ഓടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ 5 കൂട്ടം കാര്യങ്ങളിലാണ് നമ്മളൊരു വണ്ടി ശ്രദ്ധ വെച്ച് ഓടിക്കുന്നത്. അതായത് ഒരു സ്റ്റിയറിംഗിലും, ഒരു ഗിയറിലും, ഒരു ക്ലച്ചിലും, ഒരു ബ്രേക്കിലും, ഒരു ആക്സിലറേറ്ററിലും. ഇപ്പൊ നമ്മുടെ കൈ എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ച്, സ്റ്റിയറിംഗിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രേക്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആക്സിലറേറ്റർ എന്തിനൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗിയറിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ച് ഓരോന്നോരോന്ന് ചെയ്യാൽ മതി. നിങ്ങൾ ഓരോന്ന് ചെയ്താൽ മതി. അപ്പൊ ചെയ്ത് വരുന്നതോറും നമ്മൾ എക്സ്പേർട്ടായി കൃത്യമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇന്നൊരു ഡ്രൈവിംഗ് പഠിച്ചു, പിന്നെ 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ വണ്ടി എടുത്തില്ല, പിന്നെ പിറ്റേ ദിവസം വന്ന് നമ്മൾ വണ്ടിയിലോട്ട് കയറി സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കൃത്യമായിട്ട് പേടി മാറി ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇതേ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തൊരു വാഹനം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തനിയെ വാഹനം ഓടിച്ച് എക്സ്പേർട്ടായ ഒരു വാഹനം കൃത്യമായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. ഇപ്പൊ എനിക്ക് ഇവിടുത്തെ റൈറ്റാ പോകണ്ട, ഞാൻ മിററിൽ നോക്കി വണ്ടിയില്ല, റൈറ്റിലെ ഇൻഡിക്കേറ്റർ കൊടുത്തു, നമുക്ക് പോകേണ്ട റൈറ്റോട്ട് ആയതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് നോക്കി അങ്ങോട്ട് വണ്ടിയെ കൊണ്ടുവന്നു. അപ്പം പോകുന്ന സമയത്തെല്ലാം നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു വെച്ചല്ല പോകുന്നത്, നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം വളഞ്ഞാണ് പോകേണ്ടതുകൊണ്ട് നമുക്ക് കൈ നിയന്ത്രിക്കാൻ പറ്റണം. അപ്പൊ അതുപോലെ തന്നെ നേരെ ആയതിനു ശേഷം ആണ് ചെയ്യുന്നത്, ബ്രേക്ക് എന്നൊക്കെ മാറ്റി ക്ലച്ച് എന്നൊക്കെ എടുക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വണ്ടി ഓടിക്കാൻ സാധിക്കും.